നമസ്കാരം. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് സ്ഥിരം വരുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലേ? സന്ധികളിലെ വേദന, തരിപ്പ്, കൈകാലുകളിലുള്ള വേദന, നടുവേദന, കുറേ സമയം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവിടുന്ന് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെ. നമ്മൾ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പോഷക ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക, ഇവയൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെല്ലാം പുറമെ നമുക്ക് ചെയ്യാവുന്ന ചില ആയുർവേദ പ്രയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് കുറുന്തോട്ടി പാൽക്കഷായം. കുറുന്തോട്ടിയെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലേ? കുറുന്തോട്ടിക്ക് വാതമോ എന്നൊരു പ്രയോഗം വരെ നിലവിലുണ്ട്. കുറുന്തോട്ടിയുടെ വേരാണ് നമ്മൾ ഈ പാൽക്കഷായം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വേര് നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചെടുക്കണം. എന്നിട്ട് ഇത് ഒരു കോട്ടന്റെ തുണിയിൽ ചെറിയൊരു കിഴിയാക്കിയിട്ട് കെട്ടിയെടുക്കണം. പിന്നെ ഒരു 80 ml വെള്ളവും അതിലേക്ക് ഒരു 40 ml പാലും ചേർത്ത് തിളപ്പിക്കുന്ന സമയത്ത് ഈ കിഴി അതിലിടേണ്ടതാണ്. എന്നിട്ട് ഒരു 30 ml ഒക്കെ ആക്കിയിട്ട് വറ്റിക്കുക. എന്നിട്ട് ഇതൊരു 15 ml വീതം 2 നേരമാക്കിയിട്ട് നമുക്ക് ഒരു ദിവസം കഴിക്കാം. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒക്കെ ഹെൽത്തി ആക്കാൻ സഹായിക്കുന്നു. മഞ്ഞളിന്റെ ഔഷധ ഗുണത്തെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. മഞ്ഞളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഇങ്ങനെയുള്ള നീർക്കെട്ട്, വേദന ഇവയിൽ നിന്നൊക്കെ ഒരു പരിഹാരമായിട്ട് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ശതാവരി കിഴങ്ങിനെ കുറിച്ചാണ്. ഇതിനായിട്ട് ശതാവരിയുടെ കിഴങ്ങ് എടുത്തിട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ചതച്ചിട്ട് ഒരു തുണിയിൽ കിഴിയാക്കി കെട്ടണം. പിന്നെ ഒരു 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും ചേർത്തിട്ട് ഈ കിഴിയും അതിലിട്ടിട്ട് തിളപ്പിക്കാം. എന്നിട്ട് അതൊരു പകുതിയാക്കിയിട്ട് വറ്റിച്ചെടുക്കണം. ഇത് ഞരമ്പിന്റെ ക്ഷീണത്തെയൊക്കെ അകറ്റാൻ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നതാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബ്രഹ്മിയാണ്. നമുക്കറിയാലേ ബ്രഹ്മിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഓർമ്മശക്തിക്ക് ബുദ്ധിശക്തിന്റെ ഒക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ ഇത് നെർവസ് ഡിസോർഡേഴ്സിലും ഹെൽപ്പ് ചെയ്യുന്നു. ബ്രഹ്മിയുടെ നീരെടുത്തിട്ട് അത് അതേപോലെ തന്നെ കഴിക്കുന്നതോ അതോ ചില കണ്ടീഷനുകളിൽ നമ്മൾ നെയ്യുടെയോ തേനിന്റെയോ ഒക്കെ കൂടെ കഴിക്കാറുണ്ട്. ബ്രഹ്മിയുടെ പൗഡർ അവൈലബിൾ ആണ്. അത് നമുക്ക് പാലിന്റെ കൂടെ കഴിക്കാം. അതേപോലെ തന്നെ ബ്രഹ്മി ഘൃതം നമുക്ക് 1 ടീസ്പൂൺ വെച്ച് കഴിക്കുകയും ചെയ്യും. ബ്രഹ്മി ഒരു രസായന പ്രോപ്പർട്ടി ഉള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചർമ്മത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഒന്നാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അശ്വഗന്ധത്തെ കുറിച്ചാണ്. അമുക്കുരം എന്നൊക്കെ പറയുന്നത്. ഇതിന്റെയും പൗഡർ അവൈലബിൾ ആണ്. അത് നമുക്ക് 1 ടീസ്പൂൺ പാലിന്റെ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായി നമ്മൾ പറയുന്ന ഒരു ഔഷധം ചിറ്റമൃതാണ്. ആയുർവേദത്തിൽ ഇതിനെ ഗുഡൂജി എന്ന് പറയും. ഇതിന്റെ തണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ തണ്ട് ചതച്ച് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത്തരം കണ്ടീഷനുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അരിഷ്ടമാണ് ബലാരിഷ്ടം. ബലാരിഷ്ടം കുറുന്തോട്ടിയുടെ ഒരു പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ഈ അരിഷ്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ട് എടുക്കേണ്ടതാണ്. ദേഹത്ത് പുരട്ടി കുളിക്കുന്നതിനായിട്ട് ഏതൊക്കെ എണ്ണകൾ നമുക്ക് യൂസ് ചെയ്യാം? മഹാമാഷ് തൈലം, ബല അശ്വഗന്ധാദി തൈലം, സഹചരാദി തൈലം തുടങ്ങി കുറച്ച് ഔഷധങ്ങളൊക്കെ തന്നെ ഇത്തരം കണ്ടീഷനുകളിൽ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവയൊക്കെ ദേഹത്ത് പുരട്ടി കുറച്ച് സമയം നിന്നതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നാൽപ്പാമരപ്പട്ട ഇട്ട വെള്ളത്തിൽ കുളിക്കാം. അതേപോലെ പ്ലാവില, പേരയില ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് ഈ എണ്ണ പുരട്ടിയ ശേഷം ദേഹം കഴുകാവുന്നതാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ നീരും വേദനയും ഒക്കെ വലിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കും. കുറുന്തോട്ടി പാൽ കഷായം ഗർഭിണികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഗർഭിണികൾക്ക് 5 മാസത്തിന് ശേഷം ഇത് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറുടെ അനുമതിയോട് കൂടി മാത്രം ഉപയോഗിക്കുക. ഗർഭിണികളിൽ ഇത് വേദനയും നീരും ഒക്കെ ശമിപ്പിച്ച് സുഖപ്രസവത്തിലേക്ക് നയിക്കാൻ ഉതകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.